ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനല്ലായിരുന്നു നമ്മുടെ പ്ലാന്. നമ്മൾ നിലമ്പൂർ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. ചില കാരണങ്ങളാൽ അത് മുടങ്ങിയതുകൊണ്ട് എങ്ങോട്ട് പോകുന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ മ്യൂസിയത്തിൽ പോകാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ ഓരോ വട്ടം വരുമ്പോഴും എന്തേലും ഒരു മാറ്റം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യത്തെ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എൻട്രി ഫീ കൂട്ടി. ആ ഒരു നഗ്നമായ സത്യം ഞാനിപ്പോൾ വന്നപ്പോഴാണ് അറിയുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. എന്നാലും വീണ്ടും എനിക്ക് കാണാൻ തോന്നുന്ന ഒരു സംഭവം, ഇവിടെ ഒരുപാട് പഴയ സാധനങ്ങളുണ്ട്. നമ്മൾ പണ്ട് കാലം ഉപയോഗിച്ചിരുന്ന തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ സാധനത്തിനും അതിൻ്റെ പേരും പ്രത്യേകതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒറിജിനൽ പൂമ്പാറ്റകളാണ് കേട്ടോ. ഇതെല്ലാം ഇവിടുത്തെ ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൂമ്പാറ്റകളാണ് എന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാണുന്ന എല്ലാ ഐറ്റംസും തേക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളവിടെ എത്തേണ്ട താമസം നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലാണ് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മഴയൊന്ന് കുറച്ച് നിന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.